ഹായ് എവരിവൺ, വെൽക്കം ടു ജയിലൻ പി എസ് സി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട അവാർഡുകൾ അല്ലേ. ഏറ്റവും പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ അവാർഡുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമുക്ക് അതിലെ ഫസ്റ്റ് അവാർഡിലേക്കായിട്ട് പോകാം. ഫസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ഏതാ? എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ നമ്മൾ അവാർഡ് പറയുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടി പറയും, അതുകൂടി ഉൾപ്പെടുത്തും. അതുകൂടാതെ 2024-25 കാലയളവിൽ അല്ലെങ്കിൽ 2026 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരമാണ് എന്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏത് വർഷം? 1993 അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാല് 1993 അല്ലെ, 1993. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക നമ്മൾ പറഞ്ഞു ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സമ്മാന തുക എന്തായിരിക്കും? ഏറ്റവും ഉയർന്നതായിരിക്കും അല്ലെ. 5 ലക്ഷം രൂപയാണ് എന്ത് സമ്മാന തുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1993 എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കൂടാതെ അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അതാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. അദ്ദേഹത്തിന് 1993 തന്നെ എന്ത് ആദ്യത്തെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് NS മാധവനാണ്. ഓക്കെ, ഇദ്ദേഹമാണ് എന്ത് NS മാധവൻ. അദ്ദേഹത്തിനാണ് എന്ത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഹിഗുറ്റ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഓക്കെ, ചെറുകഥയാണ്. പിന്നെ പര്യായ കഥകൾ, ഭീമച്ചൻ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത് എന്ന് പറഞ്ഞാൽ ചെറുകഥയാണ്. ഓക്കെ, അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഹിഗുറ്റ, പര്യായ കഥകൾ, ഭീമച്ചൻ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത് എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ കഥകളാണ് അല്ലെ, കൃതികളാണ്. ഓക്കെ, ഇനി 2011 നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, ഒരു നിരൂപകൻ എന്ന് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ആര്? നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായർ. അപ്പൊ അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷമാണ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. 2011 എന്ത് MT വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷമാണ്? 2011 എഴുത്തച്ഛൻ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. ഓക്കെ അല്ലെ. ഇനി അടുത്തത് 2025 അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത് 2025. അതായത് ഏറ്റവും ലാസ്റ്റ് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് അല്ലെ. അത് മറ്റാർക്കുമല്ല, അത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഓക്കെ, KG ശങ്കരപ്പിള്ള. ഓക്കെ, ഇദ്ദേഹമാണ് KG ശങ്കരപ്പിള്ള. അദ്ദേഹത്തിനാണ് എന്ത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം. 2024 ചോദിച്ചാലോ NS മാധവൻ അല്ലെ. ഹിഗുറ്റയൊക്കെ എഴുതിയിട്ടുള്ള NS മാധവനാണ് 2024. 2025 ചോദിച്ചാൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ള. ജനനീതി എന്ന ജനകീയ മനുഷ്യാവകാശ കൂട്ടായ്മയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ 1990 മുതൽ അതിന്റെ മാസികയുടെ പത്രാധിപരൊക്കെ ആയിട്ട് എന്ത് KG ശങ്കരപ്പിള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഘടന അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സംഘടന എന്ന് പറഞ്ഞാല് ജനനീതിയാണ്. ജനനീതി. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. പ്രധാന കൃതികൾ: കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ഓക്കെ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എന്റെ എതിർകക്ഷി. ഓക്കെ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എന്റെ എതിർകക്ഷി, തകഴിയും മാന്ത്രിക കുതിരയും, അതിനാൽ ഞാൻ ഭ്രാന്തനായിട്ടില്ല, സൈനികന്റെ പ്രേമലേഖനങ്ങൾ, സഞ്ചാരി മരങ്ങൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എന്റെ എതിർകക്ഷി, തകഴിയും മാന്ത്രിക കുതിരയും, അതിനാൽ ഞാൻ ഭ്രാന്തനായിട്ടില്ല, സൈനികന്റെ പ്രേമലേഖനങ്ങൾ, സഞ്ചാരി മരങ്ങൾ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വള്ളത്തോൾ അവാർഡിലേക്ക് പോവാം. നമുക്കറിയാം കുറെ നാളുകളായിട്ട് വള്ളത്തോൾ അവാർഡ് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ബേസിക് ഫാക്ട് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. 1991 വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയത്. അതിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ 1,11,111 രൂപ. ഓക്കെ, അതായത് എത്ര, ഒരു 6 ഒന്ന് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ അതിന്റെ സമ്മാന തുകയായി. പാലാ നാരായണൻ നായർക്ക് 1991 പ്രഥമ വള്ളത്തോൾ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, 1991 പ്രഥമ വള്ളത്തോൾ അവാർഡ് ലഭിക്കുകയുണ്ടായി. പ്രഥമ വനിത ചോദിച്ചാല് ബാലാമണി അമ്മയാണ്. 1993 വള്ളത്തോൾ അവാർഡ് ലഭിച്ച ബാലാമണി അമ്മയ്ക്കാണ് പ്രഥമ വനിത എന്നുള്ള ഒരു പ്രഥമ വനിതയായിട്ടുള്ള വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് ബാലാമണി അമ്മയ്ക്കാണ്. ഇനി 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇപ്പൊ കിട്ടി നിൽക്കുന്നത് ആർക്കാണത്?
പോൾ സക്കറിയയ്ക്കാണ്. ഓക്കെ, സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് വള്ളത്തോൾ അവാർഡ് കൊടുക്കുന്നത്. അതുകൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞാൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന ബഹുമതി കൂടിയാണ്, പുരസ്കാരം കൂടിയാണ് ഇത് വള്ളത്തോൾ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 93-ലാണ് ഇത് എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയത്. 91-ലാണ് വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയത്. ഓക്കെ, 91-ല് പാലാ നാരായണനാർക്ക് കിട്ടി. ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ് 93-ൽ ഏർപ്പെടുത്തിയ എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത്. ഓക്കെ, 93-ൽ ഏർപ്പെടുത്തിയ എഴുത്തച്ഛൻ അവാർഡ് 2025-ൽ കിട്ടിയത് ആർക്കാ? അത് KG ശങ്കരപ്പിള്ളയ്ക്കാണ് കിട്ടിയത് അല്ലെ. ഇത് ലാസ്റ്റ് കിട്ടിയത് ആർക്കാ? ഇത് പോൾ സക്കറിയയ്ക്കാണ് കിട്ടിയത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഒരു അവാർഡിലേക്ക് പോകാം. അതേതാ? അത് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നട അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ശബരിമലയില് പാടുന്ന ഒരു പാട്ടാണ് അല്ലെ, ഒരു കീർത്തനമാണ് ഹരിവരാസനം. അപ്പോ ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണിത് ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് കേരള സർക്കാർ നൽകി വരുന്ന ഒരു പുരസ്കാരമാണിത് ഹരിവരാസനം പുരസ്കാരം. ഇനി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഏത് വർഷം? 2012. ഓക്കെ, കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഏത് വർഷമാണ്? 2012. ഇനി 2024 അത് ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. അതാർക്കാ? അത് PK വീരമണി ദാസനാണ്. തമിഴ് ഗായകനായിട്ടുള്ള PK വീരമണി ദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 ആണെങ്കിൽ PK വീരമണി ദാസൻ, 2025 ആണെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓക്കെ, ഇതിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇതിന്റെ സമ്മാന തുക. ഓക്കെ, ഇനി 2024 നമ്മൾ പറഞ്ഞു PK വീരമണി ദാസൻ, 2025 നമ്മൾ പറഞ്ഞു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇനി 2026 ലഭിച്ചിട്ടുണ്ട്. അതാർക്കാ? 2026 ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹരിവരാസനം ലഭിച്ച വ്യക്തി, തിരുവിഴ ജയശങ്കർ. നാദസ്വരത്തിന്റെ ഒരു വിദ്വാനാണ് അദ്ദേഹം, തിരുവിഴ ജയശങ്കർ. ഓക്കെ, 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹരിവരാസന പുരസ്കാരം ജേതാവ് എന്ന് ചോദിച്ചാല് തിരുവിഴ ജയശങ്കർ. ആരാണ്? തിരുവിഴ ജയശങ്കർ. ഓക്കെ, ഇനി പ്രഥമ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാ? പ്രഥമ പുരസ്കാരം അതിൽ മറ്റാർക്കും അല്ലാതെ നമ്മുടെ ആർക്കാ? ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന KJ യേശുദാസിനാണ് പ്രഥമ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? KJ യേശുദാസിനാണ് പ്രഥമ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 PK വീരമണി ദാസൻ, 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിഴ ജയശങ്കർ. ഓക്കെ അല്ലെ? ഇനി ക്ഷേത്രകലയായ നാഗസ്വരം ജനകീയമാക്കുന്നതിനും അതുവഴി ഭക്തിഗാന ശാഖയ്ക്ക് നൽകിയ അമൂല്യ സംഭാവനകൾ പരിഗണിച്ചാണ് ആർക്ക്? തിരുവിഴ ജയശങ്കറിന് ഹരിവരാസന പുരസ്കാരം നൽകുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്ന ട്രസ്റ്റ് ഏതാ? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത്. നമ്മൾ ഈ പറയുന്ന അവാർഡുകൾ നമ്മൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങളപ്പോ എന്താ ചെയ്യേണ്ടത്? കാണുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവുക. അതിനുശേഷം അതെന്ത് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ നമുക്ക് ഏതെങ്കിലും വരാൻ പോകുന്ന എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് കൂടി അതൊന്ന് റെഫർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഈ കറണ്ട് അഫെയറിലെ അവാർഡ് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള നൊബേല്, ഓസ്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഷോർട്ട് നോട്ട് എഴുതി പോവുക, കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഏത് വർഷം? 1969. 1969 പ്രഥമ ഓടക്കുഴൽ അവാർഡ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാര തുക ചോദിച്ചാൽ 30,000 രൂപയാണ്. ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന പ്രഥമ വനിത ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ അഗ്നിസാക്ഷിയൊക്കെ എഴുതിയിട്ടുള്ള ലളിതാംബിക അന്തർജനത്തിനാണ് ഓടക്കുഴൽ അവാർഡ് പ്രഥമം ആദ്യമായിട്ട് ലഭിച്ചത്. ഓക്കെ, ഇനി 2024 54ാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിൽ. ഓക്കെ, ഗോപ എന്ന നോവലിൽ. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിത്വം ആരാ? ഈ വ്യക്തി ആരാ? അത് EP രാജഗോപാലനാണ്. അദ്ദേഹമാണ് 55ാമത് അല്ലെങ്കിൽ 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? EP രാജഗോപാൽ. ഓക്കെ, EP രാജഗോപാലിനാണ് 2025 55ാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഇനി 2021 പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന
ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഏത് ഗ്രന്ഥത്തിനാണ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 2021 പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന ഒരു സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലൻ. ആർക്കാണ്? EP രാജഗോപാലൻ. ഓക്കെ, ഹരിവരാസന പുരസ്കാരമാണ് ഏറ്റവും ലാസ്റ്റ് ലഭിച്ചത് തിരുവിഴ ജയശങ്കർ. മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഫസ്റ്റ് ലഭിച്ചത് അല്ലെങ്കിൽ ഏർപ്പെടുത്തിയത് 2001 ആദ്യമായിട്ട് ലഭിച്ചത് തിക്കോടിയനാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ഓക്കെ, 3 ലക്ഷം, 3 lakh ആണ് എന്ത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 2023 പോൾ സക്രേയ്ക്ക് ലഭിച്ചു. 2024 സാറ ജോസഫിന് ലഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് മേതിൽ രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 പുരസ്കാര ജേതാവ് എന്നറിയപ്പെടുന്നത് മേതിൽ രാധാകൃഷ്ണനാണ്. ആരാണ്? മേതിൽ രാധാകൃഷ്ണൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പത്മപ്രഭാ പുരസ്കാരം. പത്മപ്രഭാ പുരസ്കാരം അത് ആധുനിക വയനാടിന്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭാ ഗൗണ്ടറുടെ സ്മരണാർത്ഥം 1996 മുതലാണ് ഈ പുരസ്കാരം പത്മപ്രഭാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പത്മപ്രഭാ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 75,000 രൂപയാണ്. ഓക്കെ, എത്രയാണ്? 75,000. എത്രയാ? 75,000 രൂപ. ഇനി പ്രഥമ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് പുതൂർ ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? പുതൂർ ഉണ്ണികൃഷ്ണൻ. 2024 ആരാണ്? അത് റഫീഖ് അഹമ്മദ് ആണ്. 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹമാണത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു. അപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം എന്താ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അല്ലെ, LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെ. അപ്പൊ അദ്ദേഹത്തിനാണ് എന്താ പത്മപ്രഭാ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളൊന്ന് നോക്കി വരാം. നിളയുടെ തീരങ്ങളിലൂടെ, P-യുടെ പ്രണയ പാപങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, മനുഷ്യൻ സുന്ദരനാണ്, സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെ എന്താ അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാ? നിളയുടെ തീരങ്ങളിലൂടെ. ഏതൊക്കെ? നിളയുടെ തീരങ്ങളിലൂടെ, P-യുടെ പ്രണയ പാപങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, മനുഷ്യൻ സുന്ദരനാണ്, പിന്നെയോ സഞ്ചാരിയുടെ വഴിയമ്പലം. ഇനി നിലാസാധകവും ആലങ്കോടിന്റെ കവിതകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. ഏതൊക്കെ? നിലാസാധകം, അതുകൂടാതെ ആലങ്കോടിന്റെ കവിതകൾ. നിലാസാധകം അഥവാ ആലങ്കോട് അല്ലെങ്കിൽ ആലങ്കോടിന്റെ കവിതകൾ. ഇത് രണ്ട് കൃതികളാണ്. രണ്ട് വ്യത്യസ്ത കവിതാ സമാഹാരങ്ങളാണ്. ആരുടെ? ആലങ്കോട് ലീലാകൃഷ്ണന്റെ. ഓക്കെ, അദ്ദേഹത്തിന് ഏത് പുരസ്കാരം കിട്ടിയത്? 2025 പത്മപ്രഭാ പുരസ്കാരം. ഏത് വർഷം തൊട്ടാണ് ഇത് കൊടുത്തു തുടങ്ങിയത്? 1996 തൊട്ടാണ് ഇത് പത്മപ്രഭാ ഗൗണ്ടറിന്റെ ഒരു സ്മരണാർത്ഥം നമ്മൾ ഇത് കൊടുത്തു തുടങ്ങിയത്. ആദ്യത്തെ ആള് ജേതാവ് എന്ന് പറഞ്ഞാൽ ആരാ? അത് പുതൂർ ഉണ്ണികൃഷ്ണനാണ്. 24 റഫീഖ് അഹമ്മദും 25 ആലങ്കോട് ലീലാകൃഷ്ണൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു അവാർഡിലേക്ക് പോകാം. അടുത്ത അവാർഡ് ഏതാ? വയലാർ അവാർഡ് അല്ലെ. വയലാർ അവാർഡ് അത് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥത്തിന് വേണ്ടിയാണ്. സ്മരണയ്ക്ക് ഒരു അനുമോദനം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, സ്മരണയ്ക്ക് വേണ്ടിയാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഇത് ഏർപ്പെടുത്തിയത്. തുടങ്ങിയ വർഷം 1977. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന്. ഏത് കൃതി? അഗ്നിസാക്ഷി എന്നുള്ള കൃതിക്ക്. സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് 1977. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം. ഏത് വർഷം? 1977. സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. ഇനി MT വാസുദേവൻ നായർക്ക് അല്ലെ, നമ്മൾ ആദ്യം എഴുത്തച്ഛൻ അവാർഡ് പറഞ്ഞിരുന്നു. MT വാസുദേവൻ നായർക്ക് ഏത് വർഷം ലഭിച്ചത്? 2011. ഇനി MT വാസുദേവൻ നായർക്ക് 1985 രണ്ടാം മൂഴം എന്നുള്ള കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഏത് വർഷം? 1985 രണ്ടാം മൂഴം എന്ന കൃതിക്ക് MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കെയാന്ന് നോക്കാം. 2024 48ാം വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന നോവൽ. ഓക്കെ, അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിന് 2024 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2025 ആരാ? 2025 49ാം വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാർ ആണ്. സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ ഏത് കൃതിക്ക്? തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാം വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, സന്തോഷ് കുമാർ. ഓക്കെ, അദ്ദേഹമാണെന്ത്? സന്തോഷ് കുമാർ. 2025 49ാം വയലാർ സാഹിത്യ പുരസ്കാരം ചെയ്തത് തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്.
ഇനി 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. ഇനി ചെറിയ ചെറിയ കുറച്ച് അവാർഡാണ്, അതല്ലാതെ നമ്മൾ സരസ്വതി സമ്മാൻ, വ്യാസ് സമ്മാൻ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് ചെറിയ അവാർഡ് പഠിച്ചിട്ട് അതിലേക്ക് പോകാം. ഓക്കെ, 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളം എഴുത്തുകാരിയാണ് ആര്? KP സുധീര. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാണ് KP ശങ്കരൻ. 24-ലാണെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് എന്ത് ജ്ഞാനപ്പാന കിട്ടിയത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് KP ശങ്കരൻ. ഓക്കെ, KP ശങ്കരൻ ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരൻ. എഴുത്തച്ഛൻ പുരസ്കാരമായിട്ട് മാറിപ്പോരുത് ശങ്കരപ്പിള്ള, ഇത് KP ശങ്കരൻ. ഓക്കെ, 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാരം പ്രതിഭ റായ്. SK പൊറ്റക്കാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KP രാമനുണ്ണിക്കാണ്, ഹൈന്ദവം എന്ന കൃതിക്ക്. SK പൊറ്റക്കാട് പുരസ്കാരം ലഭിച്ചത് KP രാമനുണ്ണി, ഹൈന്ദവം എന്ന കൃതിക്ക്. ഓക്കെ, ഇനി ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2024 ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് 2024 ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. അപ്പൊ ഒന്നും കൂടി നോക്കാം. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളം എഴുത്തുകാരിയാണ് KP സുധീര. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരനാണെങ്കിൽ 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണെങ്കിൽ SK പൊറ്റക്കാട് പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് KP രാമനുണ്ണിക്കാണ്. ഏത്? ഹൈന്ദവം എന്ന കൃതിക്ക്. ഇനി 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. തലേക്കുന്നിൽ ബഷീർ കൾച്ചറൽ സെന്റർ ഏർപ്പെടുത്തിയ 2025 മൂന്നാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് K ജയകുമാറാണ്. ആരാണ്? K ജയകുമാർ. ഏത് പുരസ്കാരം? ബഷീർ കൾച്ചറൽ സെന്റർ ഏർപ്പെടുത്തിയ 2025 ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K ജയകുമാർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് നോക്കാം. പ്രഥമ മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് KR മീരയ്ക്കാണെങ്കിൽ 2025 മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. എങ്ങനെ? പ്രഥമ മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് KR മീരയ്ക്കാണെങ്കിൽ 2025 ഏറ്റവും ലേറ്റസ്റ്റ് മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ഓക്കെ, ഫസ്റ്റ് ലഭിച്ചത് KR മീരയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ 2025 മാധവിക്കുട്ടി പുരസ്കാരം ജേതാവാരാണ്? സുഭാഷ് ചന്ദ്രൻ. ഓർത്തിരിക്കണേ, സുഭാഷ് ചന്ദ്രൻ. 2025 ONV സാഹിത്യ പുരസ്കാരാണെങ്കിലോ അത് പ്രഭാവം. 2025 ONV സാഹിത്യ പുരസ്കാരം, നമ്മളിവിടെ തകഴി സാഹിത്യ പുരസ്കാരം പറഞ്ഞു KP സുധീര, അതുപോലെ തന്നെ ONV സാഹിത്യ പുരസ്കാരമാണെങ്കിൽ പ്രഭാവർമ്മ. മാറിപ്പോകരുത്. KP സുധീരയ്ക്കാണെങ്കിൽ തകഴി സാഹിത്യ പുരസ്കാരം, ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്. ഓക്കെ, പ്രഭാവർമ്മയ്ക്ക്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന അവാർഡ്സ് ഒന്ന് റിവൈസ് ചെയ്യണേ എങ്ങനെയായാലും. ഇനി അടുത്തത് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം. അത് 2024 ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ. തുളസീവനം R രാമചന്ദ്രനാണ് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് ആർക്കാ? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2025 വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ഇനി നമുക്ക് സരസ്വതി സമ്മാൻ, വ്യാസ് സമ്മാൻ അങ്ങനെയുള്ള കുറച്ച് അവാർഡുകളെ കുറിച്ച് നോക്കാം. സരസ്വതി സമ്മാൻ സ്ഥാപിച്ചത് 1991 KK ബിർള ഫൗണ്ടേഷനാണ്. അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രമാണ്. എത്ര? 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും. ആദ്യത്തെ ജേതാവ് ഹരിവംശ് റായ് ബച്ചനാണ്. ആദ്യത്തെ ജേതാവ് ഹരിവംശ് റായ് ബച്ചൻ. ഇനി 2024 അതായത് ഏറ്റവും അവസാനം ഇപ്പോൾ സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുന്നത് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് അല്ലെങ്കിൽ മഹോപാധ്യായ ഭദ്രേഷ് ദാസ് സ്വാമി എന്നറിയപ്പെടുന്ന ഒരു സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാ? സ്വാമി നാരായണ സിദ്ധാന്ത സുധ. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്നുള്ള കൃതിക്ക് വേണ്ടി 2024 സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. ഭാഷ സംസ്കൃതമാണ്, സംസ്കൃത ഭാഷയിലൊക്കെയാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഒരു സന്യാസി പണ്ഡിതന്, സംസ്കൃത സന്യാസി പണ്ഡിതന് സരസ്വതി സമ്മാനം ലഭിക്കുന്നത് ഇതാ ആദ്യമായിട്ടാണ്. ഓക്കെ, ഒരു സന്യാസി പണ്ഡിതന് ഒരു സരസ്വതി സമ്മാനം ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോ ഈ പേര് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പേരല്ലേ? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് അല്ലെങ്കിൽ മഹോപാധ്യായ ഭദ്രേഷ് ദാസ് സ്വാമി അല്ലെ? അപ്പോ ഈ പേര് നിങ്ങൾ എങ്ങനെയായാലും ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും. 2024 സരസ്വതി സമ്മാനമാണ് കിട്ടിയതെന്ന് മാത്രം ഒന്ന് കണക്ട് ചെയ്തു പോകും. ഇനി സരസ്വതി സമ്മാനം നേടിയ മലയാളികൾ നമുക്ക് നോക്കാം. സരസ്വതി സമ്മാനം 1995 ബാലാമണി അമ്മയ്ക്ക് നിവേദ്യം എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിന് എന്ത് സരസ്വതി സമ്മാനം ആദ്യമായിട്ട് ലഭിക്കുകയുണ്ടായി. ആദ്യത്തെ മലയാളി ആരാ? ബാലാമണി അമ്മ. ഏത് വർഷം? 1995. ഏത് കൃതി, ഏത് കവിതാ സമാഹാരം? നിവേദ്യം. ഓക്കെ, ഇനി 95 ബാലാമണി അമ്മ കവിതാ സമാഹാരം. ഈ 2005 അയ്യപ്പ പണിക്കർക്ക് ലഭിക്കുകയുണ്ടായി. അയ്യപ്പ പണിക്കരുടെ
കൃതികൾ എന്നാണ് എന്ത് അതിനെക്കുറിച്ച് അതിന്റെ കൃതിയാണ് എന്ത് അയ്യപ്പ പണിക്കരുടെ കൃതികൾ. കവിതാ സമാഹാരം തന്നെയായിരുന്നു. 2005 എന്ത് അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചത്. 2012 സുഗതകുമാരിക്ക് ലഭിച്ചു ഏത് കൃതി? മണലെഴുത്ത് എന്നുള്ള കവിതാ സമാഹാരം. 2023 ഇപ്പൊ ഏറ്റവും അവസാനം സരസ്വതി സമ്മാനം ലഭിച്ചത് ആരാ? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് ആണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ലഭിച്ചത് നമ്മുടെ ഒരു മലയാളിക്കാണ്. ആർക്കാ? പ്രഭാവർമ്മയ്ക്ക് അല്ലെ? പ്രഭാവർമ്മയ്ക്ക് ഏത് കൃതി? രൗദ്ര സാത്വികം അല്ലെ? രൗദ്ര സാത്വികം. ഓക്കെ, രൗദ്ര സാത്വികം. ഈ പ്രഭാവർമ്മേനെ നമ്മള് 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് എന്നുള്ള രീതിയിൽ കണ്ടതല്ലേ? 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവും 2023 സരസ്വതി സമ്മാൻ ജേതാവും ആര് തന്നെയാണ്? പ്രഭാവർമ്മയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാവ്യാഖ്യായികയാണ്, ഒരു നോവലാണ് എന്ത്? രൗദ്ര സാത്വികം. രൗദ്ര സാത്വികം. ഇനി അടുത്തത് നമുക്ക് വ്യാസ് സമ്മാൻ 2024 അതുപോലെ 23 24 കിട്ടിയത് ആർക്കാന്ന് കൂടുതൽ പഠിച്ചിരിക്കുക? സൂര്യബാലയ്ക്കാണ്. കൃതി ചോദിച്ചാല് കോൻ ദേസ്കോ വാസി വേണുക്കി ഡയറി എന്നുള്ള നോവലിനാണ് സൂര്യബാലയ്ക്ക് 2024 വ്യാസ് സമ്മാനം ലഭിച്ചത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കണേ. 2024 വ്യാസ് സമ്മാനം ലഭിച്ചത് ആർക്കാ? സൂര്യബാല. കോൻ ദേസ്കോ വാസി വേണുക്കി ഡയറി. കോൻ ദേസ്കോ വാസി വേണുക്കി ഡയറി. ഇനി 2023 ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. പുഷ്പ ഭാരതിക്കാണ് ലഭിച്ചത് യാദേൻ യാദേൻ ഓർ യാദേൻ, ഓർമ്മക്കുറിപ്പാണ്. യാദേൻ യാദേൻ ഓർ യാദേൻ എന്നുള്ള പുഷ്പ ഭാരതിയുടെ ഒരു കൃതിക്കാണ് 2023 വ്യാസ് സമ്മാനം ലഭിച്ചതെങ്കിൽ കോൻ ദേസ്കോ വാസി വേണുക്കി ഡയറി എന്ന നോവലിനാണ് സൂര്യബാലയ്ക്ക് 2024 വ്യാസ് സമ്മാനം ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് JCB പുരസ്കാരം. ഓക്കെ, 2025 കൂടി JCB പുരസ്കാരം നിർത്തലാക്കി. അപ്പോ ഈ ഒരു വ്യക്തി കാണുന്നത് നമ്മൾ ഉപമന്യു ചാറ്റർജിനെയാണ് കാണുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ലാസ്റ്റത്തെ ആള് JCB പുരസ്കാരം ലഭിച്ച ഏറ്റവും അവസാനത്തെ ആളും ലേറ്റസ്റ്റ് ആളും എന്നൊക്കെ പറഞ്ഞാൽ ഉപമന്യു ചാറ്റർജിയാണ്. കാരണം 2025 കൂടി എന്ത് ഈ JCB പുരസ്കാരം നിർത്തലാക്കി. 2024 ലഭിച്ചതാണ് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിന്റെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു നോവലിനാണ് ഉപമന്യു ചാറ്റർജിക്ക് 2024 JCB പുരസ്കാരം ലഭിച്ചത്. 2025 നിർത്തലാക്കിയ JCB സാഹിത്യ പുരസ്കാരം അവസാനമായിട്ട് നേടിയതും ആര്? ഉപമന്യു ചാറ്റർജി തന്നെയാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ 2 മലയാളികൾക്ക് എന്ത് കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രീജിത്ത് മുത്തേടത്തിനും അതുകൂടാതെ അഖിൽ പി ധർമ്മജനും. അപ്പോ അത് എങ്ങനെയായാലും ഓർത്തിരുന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി വിഭാഗത്തില് 2 മലയാളികൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിഭാഗം ഏതാണ്, ആർക്കാണ് കിട്ടിയത്, ഏത് ഒരു കൃതിക്കാണ് കിട്ടിയത്, അതൊക്കെ നമുക്ക് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 യുവ പുരസ്കാര ജേതാവ്, യുവ പുരസ്കാരം എന്നുള്ള ഒരു വിഭാഗത്തില് ജേതാവായത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിയാ? എല്ലാവർക്കും അറിയാം. റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എന്ത് അദ്ദേഹത്തിന് യുവ പുരസ്കാരം എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ. ഓക്കെ, ഇനി റാം കെയർ ഓഫ് ആനന്ദിയിലെ കഥാപാത്രങ്ങളെ നമുക്ക് കഴിഞ്ഞു പോയ ഒരു എക്സാമിന് PSCയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോ ഇനി വരുന്ന എക്സാമിന് അത് ചോദിക്കാനുള്ള ഒരു സാധ്യത, പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോ അതിന്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. റാം എന്നുള്ളതാണ് അതിന്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ. ആനന്ദി എന്നുള്ളതാണ് എന്ത് നായിക ആയിട്ട് വരുന്നത്. പിന്നെ വെട്രിയുണ്ട്, രേഷ്മയുണ്ട്, പാട്ടിയുണ്ട്, മല്ലിയുണ്ട്. ഓക്കെ, രേഷ്മ കഴിഞ്ഞിട്ടൊരു ഇതുണ്ട്, ഹൈഫൺ ഉണ്ട്. അത് കഴിഞ്ഞ് പാട്ടിയുണ്ട്, മല്ലിയുണ്ട്. ആരൊക്കെ? റാമുണ്ട്, ആനന്ദിയുണ്ട്. റാം കെയർ ഓഫ് ആനന്ദിയിൽ റാമുണ്ട്, ആനന്ദിയുണ്ട്. പിന്നെ വെട്രിയുണ്ട്, രേഷ്മയുണ്ട്, പാട്ടിയുണ്ട്, മല്ലിയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ. അദ്ദേഹത്തിന്റെ ആദ്യ കൃതി എന്ന് പറഞ്ഞാൽ ഓജോബോർഡാണ്. അതിനുശേഷം എന്താ റാം കെയർ ഓഫ് ആനന്ദി എഴുതി. അതിനുശേഷം മെർക്കുറി ഐലൻഡ് എഴുതി. അതിനുശേഷം ഇപ്പോ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് എഴുത്തെന്ന് പറഞ്ഞാൽ രാത്രി 12-ന് ശേഷം. ഓക്കെ, രാത്രി 12-ന് ശേഷം. നമ്മുടെ ടൊവിനോ തോമസിന്റെ 2018 സിനിമ അല്ലെ, ആ 2018 എന്നുള്ള സിനിമയുടെ തിരക്കഥ എഴുതിയതിൽ ഒരാള് അഖിൽ പി ധർമ്മജനാട്ടോ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തിരക്കഥയാണ് ഇത് 2018. അദ്ദേഹം സംയുക്തമായിട്ടാണ് എഴുതിയത്. തിരക്കഥ എഴുതിയ വ്യക്തിത്വങ്ങളിൽ ഒരാള് അഖിൽ പി ധർമ്മജനാണ്. രാത്രി 12-ന് ശേഷം എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എഴുത്ത്. ഓജോബോർഡ് ഉണ്ട്, മെർക്കുറി ഐലൻഡ് ഉണ്ട്, പിന്നെ നമുക്കറിയാം റാം കെയർ ഓഫ് ആനന്ദി. ഇനി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. ഓക്കെ, യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണെങ്കിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. ഏതാ? പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ലഭിച്ചത്. ശ്രീജിത്ത് മുത്തേടത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ലഭിച്ചത്. പെൻഗ്വിനുകളുടെ വൻകരയിൽ.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാ? അഖിൽ പി ധർമ്മജനാണ് ആദ്യം കാണുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് റൈറ്റ് സൈഡിൽ, റാം കെയർ ഓഫ് ആനന്ദി. പിന്നെ താഴെ കാണുന്നതാണ് ശ്രീജിത്ത് മുത്തേടം. ഏതാ കൃതി? പെൻഗ്വിനുകളുടെ വൻകരി. ഏതാ? പെൻഗ്വിനുകളുടെ വൻകരി. ഓക്കെ, ഈ കൃതികളൊക്കെ, കൃതി ആരാ, കർത്താവ് ആര്, അല്ലെ? അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെ അവാർഡുകളിൽ ഏത് കൃതിക്കാണോ ആ കൃതി എഴുതിയിരിക്കുന്ന ആൾക്ക് കിട്ടുന്നത്, അപ്പൊ ആ കൃതിയൊക്കെ കൂടുതൽ മെൻഷൻ ചെയ്ത് എക്സാമിന് ചോദിക്കും. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി ചോദിക്കാം. അതുകൂടാതെ പെൻഗ്വിനുകളുടെ വൻകരയിൽ അതാരാ എഴുതിയത്? അത് ശ്രീജിത്ത് മുത്തേടം. അദ്ദേഹത്തിന് ഏത് ഒരു വിഭാഗത്തിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? ബാലസാഹിത്യ പുരസ്കാരമാണ് ലഭിച്ചത്. ഇനി നമ്മളിപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ യുവ പുരസ്കാരം ബാലസാഹിത്യവും പറഞ്ഞു. ഇത് തന്നെ ഇംഗ്ലീഷ് വിഭാഗത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇംഗ്ലീഷ് ഭാഷയിലെ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് അദ്വൈത് കോട്ടാരിക്കാണ്. ആർക്കാണ്? അദ്വൈത് കോട്ടാരി. അദ്വൈത് കോട്ടാരി. സിദ്ധാർത്ഥ ദ ബോയ് ഹു ബിക്കേം ദ ബുദ്ധ, അല്ലെ? ബുദ്ധനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. ഇതാണ് ആര്? അദ്വൈത് കോട്ടാരി. അദ്ദേഹം ബുദ്ധനുമായിട്ട് കണക്ട് ചെയ്ത സിദ്ധാർത്ഥ എന്നുള്ളൊരു നോവലാണ് ഇത് ഉയർത്തി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് ആര്? നിതിൻ കുശലപ്പ. അദ്ദേഹത്തിനാണ് എന്ത്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ഭാഷയിൽ ബാലസാഹിത്യം കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യുക. യുവ പുരസ്കാരം നമുക്ക് മലയാള വിഭാഗത്തിൽ കിട്ടിയത് അഖിൽ പി ധർമ്മജൻ. അത് ഇംഗ്ലീഷ് വിഭാഗത്തിലാണെങ്കിൽ അദ്വൈത് കോട്ടാരിക്ക് കിട്ടി. ഏതാ കൃതി? സിദ്ധാർത്ഥ ദ ബോയ് ഹു ബിക്കേം ബുദ്ധ. ഓക്കെ, അഖിൽ പി ധർമ്മജൻ ആണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി. ഈ പെൻഗ്വിനുകളുടെ വൻകരയിൽ നിന്നുള്ള കൃതിക്ക് ആർക്ക് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു? ശ്രീജിത്ത് മുത്തേടത്തിന്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലഭിച്ചത് നിതിൻ കുശലപ്പയ്ക്കാണ്. ഓക്കെ, നിതിൻ കുശലപ്പ. ദക്ഷിൺ സൗത്ത് ഇന്ത്യൻ മിത്സ് ആൻഡ് ഫാബിൾസ് റീടോൾഡ്. ഓക്കെ, ദക്ഷിൺ സൗത്ത് ഇന്ത്യൻ മിത്സ് ആൻഡ് ഫാബിൾസ് റീടോൾഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇനി നമ്മൾ പറയുന്നത്, ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇത്തവണ ഒരു സവിശേഷതയുണ്ട്. ഒരു ഇന്ത്യക്കാരിക്കാണ് ലഭിച്ചത്. ബാനു മുഷ്താഖ് എന്നുള്ള ഒരു കന്നഡ ആക്ടിവിസ്റ്റ്, എഴുത്തുകാരി എന്ന് പറയുന്ന ഒരു ബാനു മുഷ്താഖ് എന്നുള്ള ആൾക്കാണ് കിട്ടിയത്. ഇത് എപ്പോഴും എന്താണ്, ഒരു കൃതി എഴുതും, അത് ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് തർജ്ജമ ചെയ്യും. അപ്പൊ തർജ്ജമ ചെയ്ത ആൾക്കും അതുകൂടാതെ എഴുതിയ ആൾക്കും സംയുക്തമായിട്ടാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. അത് സ്ഥാപിതമായത്, അല്ലെങ്കിൽ അത് കൊടുത്തു തുടങ്ങിയത് ഏത് വർഷം? 2005-ലാണ്. ആസ്ഥാനം ചോദിച്ചാലോ? 2005 കൊടുത്തു തുടങ്ങി. 2005 കൊടുത്തു തുടങ്ങി. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ UK, ബ്രിട്ടനാണ്, യുണൈറ്റഡ് കിങ്ഡം ആണ്. ബുക്കർ പ്രൈസ് ഫൗണ്ടേഷൻ ആണ് അത് നൽകുന്നത്. സ്പോൺസർ ചോദിച്ചാൽ നിലവിൽ ക്രാങ്ക് സ്റ്റാർട്ട് ആണ്. അതിനു മുമ്പാണെങ്കിൽ മാൻ ബുക്കർ ഇന്റർനാഷണൽ ആയിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ക്രാങ്ക് സ്റ്റാർട്ട് ആണ് ഇതിന്റെ സ്പോൺസർ. ബുക്കർ പ്രൈസ് ഫൗണ്ടേഷൻ ആണ് നൽകുന്നത്. ആദ്യ ജേതാവാണെങ്കിൽ ഇസ്മായിൽ ഖാദറെ. അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. സമ്മാനത്തുക എത്രയാ? $50,000 ആണ്, ഏകദേശം 53 ലക്ഷം രൂപ. ഓക്കെ, ഇത് എഴുത്തുകാരനും വിവർത്തകനും, ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്ലേറ്റർ ഉണ്ടാവുന്ന, അപ്പൊ അവർക്ക് രണ്ടുപേർക്കുമായിട്ടാണ് എന്ത് ഈ 53 ലക്ഷം രൂപ കിട്ടുന്നത്. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാംബ് എന്ന കഥാസമാഹാരത്തിനാണ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. 2025 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? കന്നഡ എഴുത്തുകാരിയായിട്ടുള്ള ബാനു മുഷ്താഖ്. ഏത് കൃതിയാണ്? ഹാർട്ട് ലാംബ്. ഓക്കെ, ഹാർട്ട് ലാംബ്. ഇനി ദീപ ഹസ്തി. ഓക്കെ, ദീപ ഹസ്തിയാണ് എന്ത് ഇംഗ്ലീഷിലേക്ക് 12 വോളിയങ്ങളായിട്ട് ഇത് ഹാർട്ട് ലാംബ് വിവർത്തനം ചെയ്തത്. ഓക്കെ, ദീപ ഹസ്തി. ഇവർ രണ്ടുപേരുമാണ്. ഇത് ദീപ, ഇതാണെന്ത് ദീപ ഹസ്തി. ഇതാണെങ്കിൽ ബാനു മുഷ്താഖ്. ഓക്കെ, ബാനു മുഷ്താഖ്. ഓക്കെ, അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ്. ആരാണ് വിവർത്തക? ദീപ ഹസ്തി. 2025 യുനെസ്കോയുടെ, ഇതോടുകൂടി നമ്മളെ ഈ അവാർഡ്സ് എന്നുള്ള സെക്ഷൻ തീരുവാണ്. ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഓക്കെ, അപ്പോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? അവാർഡ്സിൽ നിന്ന് തുടങ്ങി. എഴുത്തച്ഛൻ അവാർഡാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ആളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 2025 എഴുത്തച്ഛൻ അവാർഡ് ലാസ്റ്റ് കിട്ടിയത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. വള്ളത്തോൾ അവാർഡ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് പോൾ സക്കറിയയ്ക്കാണ്. KG ശങ്കരപ്പിള്ള എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡാണെങ്കിൽ ആരാണ്? പോൾ സക്കറിയ. ഹരിവരാസനം പുരസ്കാരം 2025 കൈതപ്പുറം, 2026 ആരാണ്? തിരുവിഴ ജയശങ്കർ നാദസ്വരം വിദ്വാനാണ്. ഓടക്കുഴൽ അവാർഡ് ഏറ്റവും അവസാനമായി കിട്ടിയത് EP രാജഗോപാലനാണ്. EP രാജഗോപാലൻ ഏതാണ്? ഒരു സാഹിത്യ
നിരൂപകനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് എന്ത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലാസ്റ്റ് ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനാണ്. മേതിൽ രാധാകൃഷ്ണനാണ് എന്ത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പത്മപ്രഭ പുരസ്കാരം ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. വയലാർ അവാർഡ് ആണെങ്കിലോ വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ. ഏത് കൃതി? തപോമയുടെ അച്ഛൻ. ഓക്കെ, തപോമയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാർ. ജ്ഞാനപ്പാന KP ശങ്കരൻ. ONV പ്രതിഭ റായ്. SK പൊറ്റക്കാട് പുരസ്കാരമില്ല KP രാമനുണ്ണി. ആശാൻ സ്മാരക പുരസ്കാരമാണെങ്കിൽ VM ഗിരിജ. തലക്കുന്നൽ ബഷീർ ആണെങ്കിൽ ആരാ? ജയകുമാർ. പ്രഥമ മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് KR മീരയ്ക്കാണെങ്കിൽ ഏറ്റവും അവസാനത്തെ 2025 മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, ഓർമ്മ കിട്ടുന്നില്ലേ? 2025 ONV സാഹിത്യാണെങ്കിൽ പ്രഭാവർമ്മ അല്ലെ? പ്രഭാവർമ്മ. നമ്മള് പ്രഭാവർമ്മയെ കുറിച്ച് ഇതല്ലാതെ ഒരു അവാർഡ് കൂടി പറഞ്ഞിരുന്നു അല്ലെ? സരസ്വതി സമ്മാനം 2023. ഇനി വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 തുളസീവനാണെങ്കിൽ 2025 ശ്രീകുമാരൻ തമ്പി അല്ലെ? 2025 ശ്രീകുമാരൻ തമ്പി. സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് 91. ആദ്യ ജേതാവ് ഹരിവംശ റായ് ബച്ചൻ. മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണെന്ന് 2024 ലഭിച്ചത്. 2023 പ്രഭാവർമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് ബാലാമണിയാണ്. ഓക്കെ, വ്യാസമ്മാൻ സൂര്യബാലക്കാണ് ലഭിച്ചത്. കോൻഡെസ്കോ വാസി വേണുക്കി ഡയറി എന്നുള്ള നോവലിന്. JCB പുരസ്കാരം വെരി വെരി ഇമ്പോർട്ടന്റ് ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത്. കാരണം എന്താ? അതിന്റെ ആ ഒരു പുരസ്കാരം 2025 നമ്മൾ എന്താ നിർത്തലാക്കി. അപ്പൊ ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് മാർക്ക് തന്നെയാണ് ഉപമന്യു ചാറ്റർജി. ലോറൻസ് ഓഫ് സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള നോവലിനാണ് അദ്ദേഹത്തിന് അത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് നമ്മളിപ്പോ അവസാനം പറഞ്ഞതാണ്. യുവ പുരസ്കാര ജേതാവ് അഖിൽ P ധർമ്മജൻ. അതുപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് കൂടെ അതിന്റെ കൂടെ ഇംഗ്ലീഷ് ഭാഷയും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. യുവ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ അദ്വൈത് കൊട്ടാരി. നിതിൻ കുശലപ്പയാണ് എന്ത് ബാലസാഹിത്യം. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖ് എന്നുള്ള കന്നഡ എഴുത്തുകാരിക്ക്. ദീപ വസ്തിയാണ് എന്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദീപാവസ്തിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക, ഒന്ന് അറിയിക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിനേഷൻ, ഈ വരുന്ന എക്സാമിനേഷനൊക്കെ എഴുതാൻ പറ്റട്ടെ. ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടട്ടെ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.